ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് വലിച്ചെറിയരുത് എന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അത് പിന്നെ എന്നാ ചെയ്യുമെന്ന്. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പോകുന്നത് ഗപ്പിനെയും പ്ലാറ്റിനെയൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ അക്വേറിയം അത് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ മൊത്തം കാണുക. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെവൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ബോട്ടിൽ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ സാധാരണ എന്താ ചെയ്യുന്നത്? വലിച്ചെറിയും അല്ലെങ്കിൽ കത്തിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി കുറച്ച് കുപ്പികൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ചെറിയ ഗപ്പി ടാങ്കോ അല്ലെങ്കിൽ ഗോൾഡ് ഫിഷിന് ഇടാൻ പറ്റിയ ടാങ്കോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ട് തുടങ്ങാം. ആദ്യം വേണ്ടത് കത്രിക. ആദ്യം നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കൊള്ളാം. നമ്മൾ മടുക്കുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു കത്രിക, ഒരു മാർക്കർ, CD മാർക്കറാണ്, പിന്നെ 2 ഹാക്സോ ബ്ലേഡ്, പിന്നെ 4 സോഡയുടെ കുപ്പി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സോഡ കുപ്പിയാണ് 4 എണ്ണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു AK-47 കേട്ടോ. പബ്ജിക്കകത്താണെങ്കിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സ്കാറലൊക്കെ പോലെ ഉണ്ട്, അല്ലേ? സ്കാറലോ അല്ലെങ്കിൽ M16A4 ഒക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലൂ ഗൺ വേണം നമുക്ക് ആവശ്യം. ഇനി ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനം എന്തെങ്കിലും കഴിക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കവറെല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ 4 കുപ്പിയുടെയും കവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഷേപ്പ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇനി ഇതിലെല്ലാം ഹോൾ ഇടണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ 4 ബോട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് പയ്യെ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും 4 ഹോൾ പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് സാമ്പിൾ ഒരെണ്ണം എടുത്ത് വെച്ച് നോക്കാം. കറക്റ്റായിട്ട് കയറുന്നുണ്ട്. നമുക്ക് എല്ലാ കുപ്പിയുടെയും അടപ്പ് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നോക്കി കറക്റ്റ് സീറ്റിംഗ് ആണ്. വെള്ളം നിറച്ച് കഴിഞ്ഞാലും ഇത് താഴെ പോകത്തില്ല, കറക്റ്റായിട്ടിരിക്കും. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും മേളിൽ വരുന്നത്. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയ മീനിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മീനിന് ഇതിലും എല്ലാം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു ഹോളും കൂടി ഉണ്ടാക്കാം. കാരണം ഇതാണ് മേളിൽ വരുന്നത്. അപ്പോൾ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാനും പിന്നെ എയർ കയറാനായിട്ട് നമുക്കൊരു ചെറിയൊരു ഹോൾ ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഹോളും ഇട്ടിരിക്കുവാണ്. ഇപ്പം നോക്കിയേ, പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുകയും ചെയ്തോളും. നമുക്ക് ഇതിലുമ്പോൾ തീറ്റി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മീൻ ഉള്ള എയറും ഇതിലുമ്പോൾ കയറും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സീൽ ചെയ്യണം. ഞാൻ ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചു. ഇതിന് മേളിച്ച് കട്ടി വേണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലൂ കൊണ്ട് യൂസ് ചെയ്യുന്നത്. മേളിച്ച് കട്ടി വേണമെങ്കിൽ ഇത് പിന്നെ കയറ്റിയിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഈ സൈഡെല്ലാം ഗ്ലൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പുറ സൈഡിലോട്ട് പോകാം. ഇതാണെങ്കിലും നമ്മൾ നമ്മുടെ 4 കുപ്പിയുടെയും എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന വശം സിലിക്കോൺ സീലന്റ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം 15 മണിക്കൂർ എടുക്കും ഇത് ഉണങ്ങാനായിട്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും. അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസമായി നമ്മളത് ഉണ്ടാക്കിയിട്ട്. നമ്മൾ അതിനകത്താണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് 2-3 ദിവസം വെച്ചു. അപ്പോൾ അതിനകത്ത് സിലിക്കോണിൻ്റെ അതൊക്കെ പോയി നമുക്ക് മീനിനെ ഇടാം. മീനിനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ അക്വേറിയം ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. നല്ല പെർഫെക്റ്റ്ലി സ്റ്റാൻഡിങ് ആണ്, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് കാണിച്ചു തരാം. കുഴപ്പമില്ല.
എന്താണ് നമ്മൾ അതായത് ഫുള്ള് വെള്ളം ഒഴിച്ചുകൊണ്ട് ലീക്കൊന്നുമില്ല, ലീക്കില്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി പയ്യെ മീൻ ഇടാം കേട്ടോ. അമ്മയുടെ ഫേവറേറ്റ് മീനല്ലേ ഗോൾഡ് ഫിഷ്. മീനിനെ കാണിച്ചു തരാം. അപ്പം 10 എണ്ണം ഉണ്ട്, 10 എണ്ണം. ഇതിന് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അടുക്കള വെക്കാം. മീനിനെ ഇടുന്നതിന് മുമ്പ് മീൻ നമുക്ക് ഈ വെള്ളത്തിലോട്ട് നോക്കി, ഇതിച്ച് ഭംഗി നോക്കി, സുന്ദരനാണല്ലോ. രണ്ട്, നമ്മുടെ മൂന്നാമത്തെ ഗോൾഡ് ഫിഷ്. 4, 5, 6. അമ്മരെന്താണെങ്കിലും വേറെ സ്ഥലത്തോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല, വഴി കണ്ടുപിടിച്ചില്ലെന്ന് തോന്നുന്നു. ഉള്ളതിൽ ഏറ്റവും ചെറുതാണ് കേട്ടോ, ഏറ്റവും ചെറുത്. 7, 8. ഒരാൾ പോയാൽ ബാക്കി പുറകെ പോകും നോക്കാം അല്ലേ. ഫിഷ് സാധാരണ മീൻ അങ്ങനെയല്ലേ, നമ്മൾ ഈ ചിരട്ടയ്ക്കകത്ത് മറ്റേ തുണി വെക്കുമ്പോഴേക്കും ഒരെണ്ണം കയറി അതിൻ്റെ പുറകെ. ഇവർ രണ്ടുപേരും ഒരുമിച്ചിടാം കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇവർ ബാക്കി സർക്കിളൊക്കെ ആവുമോ നോക്കാം. അതിനാണ് നമ്മൾ വീഡിയോ കണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗോൾഡ് ഫിഷിന് ഇടരുത്. ഗോൾഡ് ഫിഷിന് ഞാൻ ഇട്ടതിൻ്റെ കാര്യം, ചെറിയ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഗോൾഡ് ഫിഷിന് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഗപ്പിന് പിടിച്ചിരുന്നതിടും. കാരണം ഗപ്പിയോ പ്ലാറ്റിയോ അങ്ങനെ കുറച്ച് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും മീനുകൾ ഇടുന്നതായിരിക്കും നല്ലത്. ഗോൾഡ് ഫിഷിന് ഇടരുത്. ഗോൾഡ് ഫിഷിന് ഇട്ട് കഴിഞ്ഞാൽ ചത്തുപോയി. ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്നും പറയണ്ടോ? ഒന്നും പറയാനില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കൊന്നും പറയാമല്ലോ, അമ്മയ്ക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. വരുന്ന ചൊവ്വാഴ്ചയാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.